ഹലോ. അപ്പോൾ ഞാൻ ഈ മുംബൈ ലോക്കൽ പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ CSTയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ കണ്ടില്ലേ, ഇത് സ്റ്റേഷനിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നത്. ഓഫീസ് കഴിഞ്ഞ് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ടൊരു 5:30ക്കൊക്കെയാണ് കേട്ടോ CSTയിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയെന്ന് കാണണ്ടേ? നമ്മുടെ കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവൽ കാണാനായിട്ടാണ്. ഇതിന് പുറത്ത് ഒരു കോഡ് സ്കാൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. എൻട്രി ഫീസ് ഒന്നുമില്ല. ഞങ്ങൾ പോയത് വൈകിട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഫെസ്റ്റിവൽ ജനുവരി 26 സ്റ്റാർട്ട് ചെയ്തതാണ്. ഫെബ്രുവരി 2 വരെ ഉണ്ടാവും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മുടെ മുംബൈയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് നടക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവൽ 25 ഇയേഴ്സ് ഓഫ് സക്സസ്ഫുൾ കംപ്ലീഷനാണ് കേട്ടോ നടത്തുന്നത്. ഈ ഒരു വെന്യൂ മാത്രമല്ല കേട്ടോ, ഈ ഒരു ആർട്ട് ഫെസ്റ്റിവലിനുള്ളത് പല ലൊക്കേഷനിലായിട്ട് പല പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡാൻസ്, ഫുഡ്, ലിറ്ററേച്ചർ, മ്യൂസിക്, അങ്ങനെ പല പല സ്റ്റാളുകളൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാം. ഇനി എന്താ അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗോഡകളുണ്ടാവും കേട്ടോ. ഗോഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുതിര. അത് ജീവനുള്ളതൊന്നും അല്ല കേട്ടോ. നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ ഓരോരോ ആർട്സ് ഓർഗനൈസേഷൻസൊക്കെ അതുപോലെ തന്നെ കോളേജസൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഓരോ ഗോഡകളുടെ അടുത്തും, അതായത് ഓരോ കുതിരകളും ഉണ്ടാക്കിയതിൻ്റെ അടുത്തും ഏത് ഓർഗനൈസേഷനാണ് അത് ഉണ്ടാക്കിയത്, എന്താണ് അതിൻ്റെ ഒരു തീം, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുള്ളൊരു സ്ലിപ്പും ഉണ്ടാവും കേട്ടോ. സാധാരണക്കാർക്ക് ഇത് കാണുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചിലപ്പോൾ തോന്നി പോകും കേട്ടോ. വല്ല ആർട്സൊക്കെ പഠിച്ചവർക്ക് കാണുമ്പോഴാണ് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. പക്ഷേ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ. ഓരോ തരത്തിലും ഓരോ കുതിരകളേനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോസും വീഡിയോസും ഒന്നും റിസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പക്ഷേ എടുക്കാനായിട്ട് പറ്റില്ല എന്ന് മാത്രം. കാരണം അത്രയും ആൾക്കാരായിരുന്നു നമ്മൾ പോയി ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. രാത്രിയായ കാരണം തന്നെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പകൽ കാണുന്നേക്കാൾ ഭംഗി ഒരു പക്ഷേ രാത്രി ഉണ്ടാവുന്നതാണ് കേട്ടോ എനിക്ക് തോന്നണത്. ഇത് കണ്ടില്ലേ, മരത്തുമ്മയൊക്കെ ആ കുതിരയുടെ ഷേപ്പുകളൊക്കെ തൂക്കിയിട്ടിട്ട് വരെയുണ്ട്. പിന്നെ ഓരോ കോടയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് കൂടുതൽ പറയാനൊന്നും എനിക്കറിയുന്നില്ല. പക്ഷേ കാണാൻ തന്നെ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ തീം എന്ന് പറയുന്നത് സിൽവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു സിൽവർ കളറിൻ്റെ ഒരു മയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിറർ വർക്കും ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ കുതിരകളും ഓരോ ടൈപ്പിലുള്ള പോസുകളാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ആർട്സുമായി ബന്ധപ്പെട്ടവർക്ക് നല്ലതുപോലെ അറിയുന്നുണ്ടാവും കേട്ടോ. ഇതൊരു സീ ഹോഴ്സാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ കുട്ടികളൊക്കെ കളിച്ചിട്ട് ഉപേക്ഷിക്കുന്ന കളിപ്പാട്ടങ്ങളില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കുതിരകളും അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നൂല് കൊണ്ട്, അതുപോലെ തന്നെ കയറ് കൊണ്ട്, പഴയ തുണികൾ കൊണ്ട്, അങ്ങനെയുള്ളതിൽ രൂപത്തിലാണ് കേട്ടോ ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. ഒരു കയ്യിൽ ഒരു കയ്യും അതിൽ കുതിരയും, പിന്നെ വേറൊരു കയ്യും അതിൽ കുറച്ച് കല്ല്. ആ കല്ലുമ്പോൾ ഈ കുതിര കയറി നിൽക്കുന്നതാണ് കേട്ടോ ഈ പിക്ചറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 25 ഇയേഴ്സ് ഓഫ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷന് മൂടായിരിക്കാൻ അവരൊരു കേക്ക് പോലെ തീം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിന് മുന്നിലും അത്യാവശ്യം പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ശരിക്കൊന്നും വീഡിയോ എടുക്കാൻ കൂടി നമുക്ക് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നൂലുകൊണ്ട് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുതിര, അതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഒറിജിനലായിട്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗം വേറൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഇതിന് 2 സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു ഭാഗത്തെ എൻട്രൻസ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, നമ്മുടെ മിൽട്ടൺ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അവരുടെ ബോട്ടിലുകൾ വെച്ചിട്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡെക്കറേറ്റ് ചെയ്തതും ഒരു കുതിരയുടെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫെസ്റ്റിവൽ ശരിക്കും സ്റ്റാർട്ടാവുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 10 o'clock ആണ്. വൈകിട്ട് ഒരു 10:30 വരെ ഉണ്ടെന്നാണ് കേട്ടോ ഓൺലൈനിൽ ടൈമിങ്സ് കാണിക്കുന്നത്. പിന്നെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മുടെ സൗത്ത് മുംബൈയിലുള്ള കാലാഗോഡ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോഡ കണ്ടില്ലേ, അത് ഇവിടെ ഒറിജിനലായിട്ട് ഈ ഒരു റോഡിലുള്ളതാണ്. ഈ ഒരു റോഡ് ഈ ഒരു ഫെസ്റ്റിവലാവുമ്പോൾ അവർ ബന്ധാക്കി ഇടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു ശരിക്കും ഒരു കാലാഗോഡ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ.
നമുക്ക് വേസ്റ്റായി തോന്നുന്ന പല സാധനങ്ങളും എങ്ങനെ അത് റീയൂസ് ചെയ്തിട്ട് എടുക്കാം, എങ്ങനെ അതൊരു ഇൻഫോർമേറ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ കൂടെ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതിൽ കുതിരകൾ മാത്രമല്ല ഇതിലുള്ളത്, അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങിനായിട്ടുള്ള ഷോപ്പുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഷോപ്പുകളിൽ അവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മളുടെ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ദില്ലി, അങ്ങനെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കടകളുണ്ടാവും കേട്ടോ. ഓരോ സ്റ്റേറ്റുകളും ഓരോന്നിനും വേണ്ടിയിട്ടാണ് ഫേമസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഷോപ്പുകളൊന്നും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും റിവേഴ്സ് ഒന്നും കൂടി പോവാണ് കേട്ടോ, ഷോപ്പുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അധികം നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റില്ല, കാരണം അത്രയും വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഇതുപോലത്തെ പോപ്കോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി അതിൻ്റെ ഇടയിൽ ഒരു ടൈം പാസ് ആയിട്ട് ചെയ്തു കേട്ടോ. ഇത് കണ്ടില്ലേ, ബാഗ്സ്, അതുപോലെ തന്നെ ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതുപോലെ തന്നെ കമ്മൽ, മാല, പിന്നെ പാത്രങ്ങൾ, ചെപ്പലുകൾ, അങ്ങനെ എല്ലാ ടൈപ്പുള്ള ആക്സസറീസും അവിടെ വിൽപ്പനയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഈ കാലാഗോഡ് ആർട്ട് ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് വെന്യൂയിലേക്കാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.